ഹലോ മച്ചന്മാരെ, നമ്മുടെ പുത്തൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ പാഷൻ കൊണ്ട്, അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിൾക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിക്കയുടെ പ്രശ്നം തന്നെയാണ്. അപ്പം ആ ഒരു കാര്യം നമുക്ക് എങ്ങനെ നമ്മുടെ പാഷൻ കൊണ്ട്, അതായത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് മറ്റൊരാൾക്കാരെ പുറകെ എന്താ പറയുക, തരുമോ, ഒന്ന് സെറ്റാക്കി തരുമോ, അത് സെറ്റാക്കി തരുമോ. കാരണം അതുപോലെ ഞാൻ ഒരുപാട് തന്നിട്ടുള്ളതാണ്. ഒരുപാട് എന്താ പറയുക, ആൾക്കാർ പറഞ്ഞിട്ടുള്ള നീ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് നീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് ഭൂമിയോട്ട് ഇറങ്ങി വന്നാൽ മതി, നീ ഇപ്പം തന്നെ ഞങ്ങളങ്ങ് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടീംസ് ഉണ്ടായിരുന്നു. നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്താ പറയുക, നമ്മുടെ എന്താണോ ചെയ്യാൻ പറ്റും, നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വെച്ച് എങ്ങനെ ചെയ്യാം. അപ്പം ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 9 to 5 ജോബ്. എനിക്ക് അത് അങ്ങനെ 9 to 5 ആയിട്ട് ജോബ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് അങ്ങനെ താല്പര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച് വാങ്ങി, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ഒരു ജോലി ഉണ്ട്, അതിനൊരു വിലയുണ്ടാവും. മറ്റതൊക്കെയാന്ന് പറയുമ്പോഴത്തേക്കും എടാ നീ പോയാൽ വേറെ 100 പേര് വരുന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്കുണ്ടാവുന്നത്. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് മുഴുവൻ നമ്മൾ കണ്ടു വേണം അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. പക്ഷേ നല്ല ഏതെങ്കിലും ഓഫർ വന്നാൽ പോകുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരുപാട് ലക്ഷങ്ങളോ പതിനായിരങ്ങളോ കോടികളോ ഒന്നും അല്ലേ ഉദ്ദേശിക്കുന്നത്, മാന്യമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അത്യാവശ്യം വണ്ടിക്കകത്ത് പെട്രോൾ ഒഴിച്ച് കറങ്ങാൻ പോവുക, ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കുക, പിന്നെ അമ്മയ്ക്കോ അതിനൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, എന്താ അത്രയൊക്കെ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4 കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക മച്ചാന്മാരെ. നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവർക്കും നമ്മൾക്ക് വാട്സാപ്പ് ഉണ്ടാവും. വാട്സാപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, നിങ്ങൾ താമസിക്കുന്നതിൻ്റെ റെസിഡൻസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാം. അതായത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര്, നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്കിപ്പം ഒരു ലിസ്റ്റ് വന്നാൽ കൂടി നമ്മുടെ മനസ്സിൽ നമ്മളൊരു പ്രൈവറ്റ് ജോലിക്ക് പോകാൻ വേണ്ടി നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ളൊരു എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യണ്ടേ. കാരണം ജോലിക്ക് പോയിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഇല്ലെന്നൊന്നും ഞാൻ പറയാം. പക്ഷേ ചില ആൾക്കാർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് പോലത്തെ സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ ഈ പഠിത്തം, നിങ്ങൾ ഈ പഠിക്കുന്ന പഠിത്തം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പാഷനായിട്ടുള്ള പഠിത്തം തന്നെ നിങ്ങൾക്ക് പൈസയായിട്ട് മാറ്റാം. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ അഡ്മിനോ അല്ലെങ്കിൽ ആ റെസിഡൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഉണ്ടാവുമല്ലോ, അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഏരിയയിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തം കുറച്ചുകൂടെ ഒന്ന് സൂപ്പർ ആവത്തേ ഉള്ളൂ, കുറച്ചുകൂടെ ബൂസ്റ്റ് ആവത്തേ ഉള്ളൂ. മാത്രമല്ല PSC കോച്ചിങ് സെൻറ്റർ നിങ്ങളുടെ ഏരിയയിൽ എല്ലായിടത്തും ഒരുമാതിരി പെട്ടിടത്തൊക്കെ PSC കോച്ചിങ് സെൻറ്റർ ഉണ്ടാവും. അവിടെ ഇപ്പോൾ നമുക്ക് മണിക്കൂറുകൾക്ക് ചാർജ് ചെയ്ത് പഠിപ്പിക്കാൻ പോയാൽ തന്നെ ദിവസം നമുക്ക് ചെറിയ രീതിയിലുള്ള പൈസ ഏൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അവസാനം മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു പൈസയാവും. അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കൂട്ടുകാരെ, എനിക്കറിയാവുന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഒരുപാട് പേര് പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ബോയ്സ് ആയിട്ട് പോകുന്നവരുണ്ട്. ഞാൻ ബോയ്സിന് ഇടാൻ ഡെലിവറി ബോയ്സ്, സ്വിഗ്ഗി, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങി കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ പാർട്ട് ടൈം ആയിട്ട്, അതായത് ചിലപ്പോൾ അവരെടുക്കുന്നത് ചിലപ്പോൾ രാവിലെ തൊട്ട് ഉച്ചയുള്ള സമയമായിരിക്കും, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച പഠിച്ചതിന് ശേഷം ഉച്ച തൊട്ട് വൈകിട്ടുള്ള സമയം എടുക്കും. അങ്ങനെ പഠിച്ച ലിസ്റ്റ് വന്ന 2-3 പേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഒരു 500-600 റേഞ്ചിൽ അവർക്ക് റാങ്ക് വരാൻ സാധിച്ചു. LGSും LDC ഒക്കെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അങ്ങനെയും നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് എന്താ പറയുക, മാർഗ്ഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള ഒരു കാര്യമില്ലേ, അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. അതായത് ചിലപ്പം ഇപ്പം ഒരു ദിവസം നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്കറിയാം നമ്മുടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. പഠിത്തത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സംഭവം. അതായത് ഒരു 2-3 ദിവസം നമ്മൾ പഠിത്തത്തിൽ നിന്ന് കണ്ടിന്യൂറ്റി കിട്ടിയാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തുടങ്ങുമ്പോഴേക്കും ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഇച്ചിങ് അല്ലെങ്കിൽ ഒരു ഹിക്കിങ് വരും. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം ദിവസം ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻ പോട്ടെ, ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ മാക്സിമം നമ്മുടെ വാട്സാപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനാ ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയല്ലേ. ആ സ്റ്റാറ്റസ് ഒന്ന് നോക്കി എന്തെങ്കിലും ഇടാം. എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് പേഴ്സണൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ട്, നന്നായിട്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും, നന്നായിട്ട് മറ്റേ ഇതില്ലേ ഈ മറ്റേ പഴയ ബോട്ടിൽസ് ഒക്കെ ക്ലീൻ ചെയ്ത് അതിനകത്ത് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അത് നമുക്ക് നമ്മുടെ പേജിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും പേജുകളും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറയുന്നത്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വഴി നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളിലൊക്കെ സെയിൽസ് നോക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാർ കൂടുതലാണ്. ഇന്ത്യ മാത്രമല്ല പുറത്തോട്ടൊക്കെ ആവശ്യക്കാരാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ എൻ്റെ വീഡിയോ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ വലിയ സംരംഭകനായി കഴിഞ്ഞാൽ ആരാണ് ജോലി തുടങ്ങട്ടെ എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയകളൊക്കെ കിട്ടിയെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ.
ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 to 5 മാസമായി റീസ്റ്റാർട്ട് ചെയ്ത്, ശരിക്കും റീസ്റ്റാർട്ട് ചെയ്ത്. ഒരുപാട് പൈസ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതല്ല, പക്ഷെ നമ്മൾ ചെയ്യണം. നിങ്ങൾ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്തതിനുള്ള പൈസയാണ് ആഡ് വഴി നമുക്ക് കിട്ടുന്നത്. അത് എല്ലാ മാസവും ഒന്നും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് നമ്മുടെ വ്യൂ അനുസരിച്ചിരിക്കും. അപ്പം ഒരു കാര്യം ഓർത്തോണം, ഈ പറഞ്ഞ 3 ഇൻസ്റ്റന്റ് പൈസയാണ്. അതായത് ചെയ്ത് കഴിഞ്ഞ് വർക്ക് നമ്മൾ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, ഒരു വർക്ക് സോൾഡ് ഔട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. പക്ഷേ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇന്ന് തുടങ്ങി അടുത്ത ഈ മാസം തന്നെ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം അതിന് കണ്ടീഷൻസ് ഉണ്ട്. സബ്സ്ക്രൈബർ കൗണ്ട് ആവണം, വാച്ച് അവർ ആവണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് എടുത്തിറങ്ങത്തുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പേയ്മെന്റ് ആയിരിക്കില്ല, നമുക്കറിയാലോ, കോൺസ്റ്റന്റ് പേയ്മെന്റ് ആയിരിക്കില്ല, ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൾ വ്യൂവർഷിപ്പ്, നമ്മുടെ വ്യൂവർഷിപ്പ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇത് 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ വേ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ 2 കൈ നമ്മൾ തന്നെ ഇങ്ങനെ കൈ കെട്ടി വെച്ചിട്ട് അത് താക്കോല് ലോക്കിട്ട് പൂട്ടിയിട്ട് ആ താക്കോലിന് ലോക്കെടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് എന്നെ രക്ഷിക്കാൻ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ കൈ വെടിയിച്ചിട്ട് വേണം നമ്മൾ ഈ ചുറ്റും നോക്കി നടക്കാൻ എന്തെങ്കിലും കാര്യം. ഇപ്പം എനിക്ക് തന്നെ എന്താ പറയുക, പഠിച്ചു കഴിഞ്ഞപ്പം LDC പരീക്ഷയുടെ എക്സാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ തോന്നി, ഇനിയിപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് വരുമല്ലോ, അപ്പം അതിന് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ആ സമയത്താണ് മനസ്സ് തോന്നിയത് എങ്ങനെ ചെയ്യാം. അപ്പം എനിക്കിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന ചാനൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ കുഞ്ഞായിട്ട് കയറി വന്നു. 10 സബ്സ്ക്രൈബർ ആദ്യം ഒരു 30ആയി, 100ആയി, 1000ആയി, 2000ആയി, 3000, 5000ആയി, 6000ആയി, ഇപ്പം 7001 നിൽക്കുകയാണ്, 7200 നിൽക്കുകയാണ്. അപ്പോൾ അതിനെനിക്ക് നിങ്ങളോടാണ് ഒരുപാട് നന്ദിയും സന്തോഷം പറയാനുള്ളത്. നമുക്ക് ഈ കിട്ടുന്ന പൈസ, നമുക്ക് യൂട്യൂബിൽ കിട്ടുന്ന പൈസയൊന്നും ഞാനത് എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്. അത് തിരിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും അമ്മയ്ക്കും അതിനൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ എല്ലാവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്തെങ്കിലും ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ തൽക്കാലം. മാത്രമല്ല നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവും ഒരുപാട് ടെക് പരമായിട്ടുള്ള വീഡിയോസും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇട്ടത്. കാരണം ഒരുപാട് പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടാ എങ്ങനെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ചെയ്ത് അവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമോ, ഇവിടെ എവിടെയെങ്കിലും ജോലി കിട്ടുമോ. അങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിക്കൂടെ. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ഈ നമ്മുടെ ഫ്ലോറിക്കൾച്ചർ, നമ്മുടെ എന്താ പറയുക, ഒരുപാട് പേര് ഇപ്പം മറ്റേ പൂക്കളൊക്കെ എന്താ ചെയ്യുമ്പോഴത്തേക്ക് അത് ഡിസൈൻ ചെയ്യുന്നതും ആ പരിപാടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടമുണ്ട്. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി, മിനി ആർട്ട് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്, മിനി ആർട്ട് ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അത് ഇൻട്രസ്റ്റോടെ ആകണം, അത് നമ്മുടെ പാഷൻ ആക്കണം. അതായത് വരയ്ക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളെ പിടിച്ച് വരപ്പിച്ചിട്ട് ആ പെയിന്റിങ് വിറ്റ് പോകുന്നതായിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താണോ പാഷൻ, നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ സംഭവം ചെയ്യുക. റൈഡിങ് വ്ലോഗ്സ്, ബൈക്ക് റൈഡർമാർ റൈഡിങ് വ്ലോഗ്സ്, എനിക്കും ബൈക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പക്ഷെ അങ്ങനെ വ്ലോഗ് എടുക്കാനുള്ള എക്യുപ്മെന്റ് സെറ്റ് സംഭവമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം തൽക്കാലം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി മെനക്കി ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മെനക്കി ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന എത്രയാണോ അതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത്. മച്ചന്മാരെ, അതായിരുന്നു നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. 8 മിനിറ്റ് ആയില്ലേ, ഈശ്വര ബോർഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പാഷനിൽ വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് സക്സസ് നേടിത്തരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഈശ്വര ശരിയാവാൻ എല്ലാവർക്കും ബൈ.